പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഈ വിഷുവർഷത്തെ ചാരവശാല ശുഭാശുഭ ഫലങ്ങളാണ്. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് തിരുവാതിര നക്ഷത്രം, തിരുവാതിര തീക്കട്ടെ പോലെ എന്നൊക്കെ നാം പറയാറുണ്ട്. മിഥുന രാശിയിൽ വരുന്ന ഒരു മുഴുനീള നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രം. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക തിരുവാതിര, പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മിഥുനം രാശി. ഈ മുഴുനാൾ നക്ഷത്രത്തിന് പല പ്രത്യേകതകളുമുണ്ട്. നമുക്ക് യാത്ര പോകാനോ വിത്തിട്ടാൽ പൊടിക്കാത്ത ഒരു നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രം. യാത്ര പോയാൽ തിരിച്ചു വരില്ല, വിത്തിട്ടാൽ അത് പൊടിക്കുകയില്ല. അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളുണ്ട്: യമൻ, ഭരണി, രുദ്രൻ, തിരുവാതിര, അഹി, ആയില്യം, പൂരം, പൂരാടം, പുരൂരുട്ടാതി, തൃക്കേട്ട. പക്ഷേ ഈ നക്ഷത്രങ്ങളെല്ലാം വളരെ ശക്തമായ നക്ഷത്രങ്ങളാണ്. പക്ഷേ മേൽപ്പറഞ്ഞ യാത്രയ്ക്കും മറ്റ് സംരംഭങ്ങൾക്കും ഫോർ എ ബിഗിനിങ് സ്റ്റാർ അല്ല, ഓപ്പണിംഗ് സ്റ്റാർ അല്ല. പക്ഷേ തിരുവാതിര ശിവൻ്റെ നക്ഷത്രമാണ്. വിദ്യാരംഭത്തിന് നാം വളരെയധികം പരിഗണിക്കുന്നു ശിവൻ്റെ നക്ഷത്രമായ തിരുവാതിര. തിരുവാതിരക്കും തിരുവോണത്തിനും, തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. പക്ഷേ വിവാഹ വിഷയത്തിൽ സ്ത്രീയുടെ നക്ഷത്രം തിരുവാതിരയും പുരുഷൻ്റെ തിരുവോണമാണെങ്കിൽ അത് വേദനക്ഷത്രങ്ങളാണ്, ഭർത്തൃനാശം ഫലം ചെയ്യുന്ന നക്ഷത്രങ്ങളുമാണ്. ഇവിടെ തിരുവാതിരക്ക് ഈ വിഷുവർഷത്തിൽ എപ്രകാരമാണ് ഗുണമുണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കണം. ഈ വിഷുവർഷത്തിൽ ഇന്ന് തിരുവാതിര ഉള്ളത് ചാരവശാൽ എവിടെയാണ്? മീനത്തിലാണ്. മീനത്തിൽ സ്വതവേ നല്ല ഫലം തിരുവാതിര നക്ഷത്രത്തിന് പറയാറുണ്ട്. കന്യാസ മീനാളി ഗതസ്യ രാഹോർ ദശാവിഭാഗേ മഹിതഞ്ച സൗഖ്യം. കന്യാ സമീന, മീനത്തോടു കൂടിയുള്ള രാശി. ഇവിടെയുള്ള രാഹു നല്ല ഫലത്തെ ചെയ്യുന്നു. രാഹു 1.5 വർഷമാണ് രാശിയിൽ നിൽക്കുന്നത്. ഇനി പ്രസ്തുത രാഹു വക്രിയായിട്ടാണ് വരുന്നത്. എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസാണ്, പ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു. അപ്രദക്ഷിണമായി വക്രിയായി സഞ്ചരിക്കുന്നു രാഹുകേതുക്കൾ. അതിനാൽ തിരുവാതിര നക്ഷത്രം കുംഭം രാശിയിലേക്ക് പ്രവേശിക്കും 18-ാം തീയതി കാലത്ത്. ഏത് 18? മെയ് 18-ന്, ഈ മാസം കാലത്ത്. അത് വളരെയധികം ഗുണപരമായ ഒരവസ്ഥയെ സൃഷ്ടിക്കും പല രാശിക്കാർക്കും. സ്വതവേ മിഥുനൻ രാശിക്കാർക്ക് ഇപ്പോൾ ജന്മവ്യാഴം വരികയാണ് മെയ് 15-ന്. അതിനാൽ ഒരു വർഷം വളരെയധികം ക്ലേശങ്ങളുണ്ടാകും. മനസ്സും ശരീരവും തിളച്ചുകൊണ്ടിരിക്കും. സാമ്പത്തികമായി നഷ്ടം വരും. ജനങ്ങളുമായി വളരെയധികം കലഹിക്കുന്ന അവസ്ഥ സംജാതമാകും. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം മിഥുനം രാശിക്കാർ. കണ്ടക ശനിയുമുണ്ട്. പക്ഷെ അതിൽ നിന്നും കുറച്ചുകൂടെ 9-ലേക്ക് വരുന്ന, കുംഭത്തിലേക്ക് വരുന്ന രാഹു കുറേയധികം നന്മകൾ പ്രദാനം ചെയ്യും. മനീഷി കൃതജ്ഞതയാൽ ബന്ധുവർഗൻ സദാപാലയെ പൂജിതസ്വ സ്വൈഗുണേഹി എന്നാണ് 9-ൽ രാഹു വരുമ്പോൾ ഫലം പറഞ്ഞിരിക്കുന്നത്. മനീഷി, മനീഷ അസ്യ അസ്ഥിതി മനീഷി, ബുദ്ധിശക്തി പ്രകടിപ്പിക്കും. കൃതജ്ഞതയെ, തനിക്കൊരാൾ ഉപകാരം ചെയ്താലോ ഉപകാരത്തെ മറക്കില്ല, അപകാരത്തിലേക്ക് പോവുകയില്ല. ഉപകാര സ്മരണ നിലനിർത്തും. തൻ്റെ ബന്ധുക്കളെ എപ്പോഴും സംരക്ഷിക്കാൻ ശ്രമിക്കും. ബന്ധുക്കൾക്ക് യാത്രാ വിഷയങ്ങളിലും സാമ്പത്തികമായ വിഷയങ്ങളിലും അവരെ സഹായിക്കുക. ഇങ്ങനെയുള്ള ഒരു പ്രകടനം രാഹു കാഴ്ചവെക്കും. തനിക്കൊരു പദവിയും പ്രശസ്തിയും സമാജത്തിൽ, സമൂഹത്തിൽ വരും. തൻ്റെ ഗുണങ്ങളാൽ താൻ പൂജിപ്പിക്കപ്പെടും. എപ്രകാരമെന്നാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അവാർഡുകൾ, സ്കോളർഷിപ്പുകൾ, പേരും പ്രശസ്തിയും ലഭിക്കുക. ഗവേഷകർക്ക് ഗവേഷണ വിഷയം പൂർത്തീകരിക്കുക. ഇങ്ങനെ ധാരാളം സൗഭാഗ്യങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം സംജാതമാകുന്നത്. സഭാദ്യോതക, സദസ്സിൽ ശോഭിക്കും. അതിനാൽ താൻ ഏറ്റെടുക്കുന്ന കർമ്മ ദൗത്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കുംഭത്തിലെ രാഹു സഹായിക്കും. തമ കൗതുകീ ദേവതീർത്ഥേ ദയാലു, തനിക്ക് ദയയുള്ള മനസ്സുണ്ടാകും, ദയാലുവാകും. ദേവസ്ഥലങ്ങൾ സന്ദർശിക്കും. കുംഭൻ രാശി തീർത്ഥാടന രാശിയാണ്. സ്പിരിച്വലായി വളരെയധികം ശക്തിയുള്ള രാശിയാണ് കുംഭൻ രാശി. അതിനാൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം പ്രായണ അനുകൂലമായ വർഷം തന്നെയാണ്. അത് കൂടുതൽ ഗുണകരമാവുക, ഒന്ന് മേടൻ രാശിക്കാർക്ക് വളരെയധികം ഗുണകരമാവും. 11-ലാണ് രാഹു. പിന്നെ ഇടവൻ രാശിക്കാർക്ക് വളരെയധികം ഗുണമാവും. രാഹു എവിടെ നിൽക്കുന്നു? 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. മിഥുനൻ രാശിക്കാർക്കും വളരെ ഗുണമാകും. രാഹു 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ ഈ 3 രാശിക്കാർക്കും വളരെ നല്ലതാണ്. കർക്കിടക രാശിക്കാർ ശ്രദ്ധിക്കണം. രാഹു അഷ്ടമത്തിലാണ്. ശാരീരികമായ രോഗങ്ങൾ വരാം.
ഗുഹ്യസംബന്ധമായ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ വന്ന് പൈൽസ് മുതലായ സർജറികൾ വരും. കണ്ണുകളുമായി ബന്ധപ്പെടുന്ന നാഡീ ഞരമ്പുകൾക്ക് ദൗർബല്യമുണ്ടാകും, ശ്രദ്ധിക്കണം. ഇനി ചിങ്ങൻ രാശിക്കാർക്ക് രാഹു 7ാം ഭാവത്തിൽ നിൽക്കുന്നു. വിവാഹ വിഷയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകും. രാഹുവിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ഗുണം, കേജിത് രാഹോഹോ ജഗുഹു, 7 നിൽക്കുന്ന രാഹു വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും. അതിനാൽ പുത്തൻ ദമ്പതികളാകാൻ യുവതി യുവകൾക്ക് അനുകൂലമായ സമയമാകുന്നു. ഭാര്യ അസ്വസ്ഥത വരും. ഭാര്യാഗൃഹത്തിൽ തീ കൊണ്ട് ബുദ്ധിമുട്ട് വരും. ഭാര്യയുടെ ശാരീരികമായ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. തൻ്റെ പല്ലുകളുമായി ബന്ധപ്പെടുന്ന നാഡീ ഞരമ്പുകൾക്ക് ദുർബലത വരും. റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. 1.5 വർഷമാണ് രാഹു, ശ്രദ്ധിക്കണം. ഇനി കന്നി രാശിക്കാർക്കാണെങ്കിൽ രാഹു വളരെ ശക്തമായി എന്ത് ചെയ്യുന്നു? രാഹു 6ാം ഭാവത്തിൽ നിൽക്കുന്നു. നാം ചർച്ച ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷയമാണ്. എങ്കിലും ഞാൻ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. തുലാം രാശിക്കാർക്ക് ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ രോഗങ്ങൾ, ചെവി സംബന്ധമായ രോഗങ്ങളൊക്കെ വരാം. സന്താനങ്ങൾക്ക് അരിഷ്ടത വരാം. വൃശ്ചികൻ രാശിക്കാർക്ക് വളരെയധികം ശ്രദ്ധിക്കണം. മാതാവിന് ആരോഗ്യപരമായ വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകാം. തനിക്ക് സൗഹൃദങ്ങളിലൂടെ പ്രയാസങ്ങൾ വരാം. അസ്വസ്ഥത സംജാതമാകും. നെഞ്ച് സംബന്ധമായ ഹൃദ് രോഗങ്ങൾ വരിക. ആസ്മറ്റിക് ബ്രീത്തിങ് ട്രബിൾസ് വരിക. ധനുരാശിക്കാർക്ക് വളരെ ശക്തമാണ്. 3ലാണ് രാഹു നിൽക്കുന്നത്. വളരെയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യും. ഇപ്രകാരം ഓരോ രാശിക്കാരുടെയും രാഹുവിൻ്റെ ചാരവശാലുള്ള മാറ്റം അതിശക്തമായി നാം ചർച്ച ചെയ്യും അടുത്ത ദിനങ്ങളിൽ. നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ പരമാവധി ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ എൻ്റെ ജ്യോതിഷ വിഷയം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെനിക്കറിയാം. ഞാൻ പരമാവധി നീതി പുലർത്തുന്നുണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയോട്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു ശോഭനമായ വിഷുവർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു വിഷയം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ നിർബന്ധമായും രാഹുപ്രീതി ചെയ്യണം. തിരുവാതിര ചോദിച്ച് അധികം നക്ഷത്രക്കാർ രാഹുപ്രീതി ചെയ്ത് ആയില്യപൂജ, സർപ്പബലി, അല്ലെങ്കിൽ നാഗങ്ങൾക്ക് നൂറുംപാലും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുക. അതിന് പുറമെ ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ 1.5 വർഷം രാഹു കുംഭമാസത്തിൽ ഉണ്ടാകുന്ന സമയം അനുകൂലമായി ഭവിക്കട്ടെ. പ്രത്യേകിച്ച് തിരുവാതിര നക്ഷത്രക്കാർക്കെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.